രക്ഷയെ അവഗണിക്കരുത്. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്നത്. അത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, നിത്യനാശത്തിൽ നിന്നുള്ള മോചനമാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. പാപം ദൈവത്തെയും മനുഷ്യനെയും വേർതിരിക്കുകയും ആത്മീയ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിനാൽ രക്ഷ എല്ലാവർക്കും അനിവാര്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അതിനാൽ രക്ഷ യേശുവിലൂടെ മാത്രം എന്ന് മനസ്സിലാക്കാം. മാനുഷിക പ്രവൃത്തികളിലൂടെയോ പുണ്യപ്രവൃത്തികളിലൂടെയോ മതാചാരങ്ങളിലൂടെയോ അല്ല, കൃപയാൽ യേശുവിങ്കലെ വിശ്വാസത്താലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. രക്ഷയിൽ പാപമോചനവും പുതുജീവനും ദൈവത്തോട് സമാധാനവും ദൈവത്തിൻ്റെ പുത്രത്വ പദവിയും നിത്യജീവനും അടങ്ങിയിരിക്കുന്നു. രക്ഷ എങ്ങനെ ലഭിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം ലളിതമായി പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ വെളിപ്പാട് ദൂതന്മാർ മുഖാന്തരം നൽകിയ വെളിപ്പാടിനേക്കാൾ ശ്രേഷ്ഠമാണ്. ദൈവം നൽകിയ ന്യായപ്രമാണത്തെ നിരസിച്ചവർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടിയില്ല. അങ്ങനെയെങ്കിൽ അവർ യേശുവിൻ്റെ സുവിശേഷത്തെ നിരസിച്ചാൽ ഒരു വിധത്തിലും രക്ഷപ്പെടില്ല. സുവിശേഷം കേട്ടിട്ടും അതിനെ ഗൗരവമായി കാണുവാൻ കഴിയാത്തവർക്ക് ശിക്ഷ വളരെ ഭയങ്കരമായിരിക്കും. കാരണം അവർ അവഗണിച്ചത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയെയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നീതിയുള്ള ശിക്ഷാവിധിക്ക് സുവിശേഷം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നില്ല. അതിനെ അവഗണിക്കുകയോ ഉദാസീനത കാണിക്കുകയോ ചെയ്താൽ മാത്രം മതിയാകും.